ഒരു മഴയുള്ള രാത്രി. നഗരം മുഴുവൻ നിശബ്ദം. അനീഷ് തന്റെ ഫോണുമായി ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവന്റെ മനസ്സ് തളർന്നിരുന്നു. അവനൊരു നമ്പർ ഡയൽ ചെയ്തു. പക്ഷെ അത് തെറ്റായ നമ്പറായിരുന്നു. ഹലോ, ആരാണ്? മറുവശത്തൊരു പെൺകുട്ടിയുടെ ശബ്ദം. അനീഷ് അല്പം ആശ്ചര്യപ്പെട്ടു. സോറി, തെറ്റായ നമ്പറായിരിക്കാം, അവൻ പറഞ്ഞു. ഇപ്പോൾ കണക്റ്റായല്ലോ, കട്ട് ചെയ്യണ്ടേ? അവൾ ചിരിച്ചു. ആ ശബ്ദം മൃദുവായിരുന്നു. ഞാൻ അനീഷ്. ഞാൻ റിയ. അവിടെ നിന്നാണ് അവരുടെ പരിചയം ആരംഭിച്ചത്. ആദ്യത്തിൽ അതൊരു ചെറിയ സംഭാഷണം മാത്രമായിരുന്നു. പക്ഷെ ആ രാത്രി അവർ മണിക്കൂറുകൾ സംസാരിച്ചു. നിനക്ക് എന്താണിഷ്ടം? അനീഷ് ചോദിച്ചു. മഴ, പിന്നെ ലേറ്റ് നൈറ്റ് കോൾസ്, റിയ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയായ സമയത്ത് കോൾ ചെയ്തതാണല്ലോ, അവൻ ചിരിച്ചു. ആ രാത്രി കഴിഞ്ഞിട്ടും അവർ വീണ്ടും സംസാരിച്ചു. ഓരോ ദിവസവും, ഓരോ രാത്രിയും. അവരുടെ ബന്ധം ധീരെ ധീരെ വളർന്നു. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല, പക്ഷെ നിനക്കൊപ്പം സംസാരിക്കുന്നത് എനിക്ക് വളരെ സ്പെഷ്യലാണ്, റിയ പറഞ്ഞു. അനീഷ് ചിരിച്ചു. ചില ബന്ധങ്ങൾ കാണാതെ തന്നെ മനസ്സിലാക്കാം. ഒരു ദിവസം അനീഷ് ചോദിച്ചു, നമ്മൾ ഒരിക്കൽ കാണാമോ? റിയ നിശബ്ദയായി. എനിക്ക് ഭയമാണ്. എന്തിന്? നമ്മൾ നേരിൽ കണ്ടാൽ ഈ ബന്ധം മാറിപ്പോകുമോ എന്ന ഭയം. അനീഷ് പറഞ്ഞു. പ്രണയം സത്യമായാൽ അതൊരിക്കലും മാറില്ല. അവൾ കുറച്ചു സമയം ചിന്തിച്ചു. ശരി, നമുക്ക് കാണാം. അവരൊരു കഫേയിൽ കാണാൻ തീരുമാനിച്ചു. ആ ദിവസം അനീഷ് നേരത്തെ എത്തി. അവൻ അവളെ കാത്തുനിന്നു. സമയം കടന്നു. പക്ഷെ റിയ വന്നില്ല. അവൻ കോൾ ചെയ്തു. ഫോൺ സ്വിച്ച്ഡ് ഓഫ്. അവൻ നിരാശയായി. ദിവസങ്ങൾ കടന്നു. റിയയുടെ ഒരു വിവരവുമില്ല. അനീഷ് തകർന്നു. പക്ഷെ അവൻ അവളെ മറക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അവൻ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ഒരു നേഴ്സ് അവനെ വിളിച്ചു. അനീഷ്? അവൻ തിരിഞ്ഞു നോക്കി. അത് റിയയായിരുന്നു. നീ? അവളുടെ കണ്ണുകളിൽ കണ്ണീർ. സോറി, ആ ദിവസം ഞാൻ വരാൻ കഴിഞ്ഞില്ല. എന്തു സംഭവിച്ചു? എനിക്കൊരു ആക്സിഡന്റ്, അതുകൊണ്ട്, അവൾ പറഞ്ഞു. അനീഷിന്റെ ഹൃദയം തകർന്ന്. നീ സുഖമാണോ? ഇപ്പോൾ സുഖമാണ്. അവർ നിശബ്ദമായി നിന്നു. നിനക്ക് ഇപ്പോഴും എനിക്ക് പ്രണയമുണ്ടോ? റിയ ചോദിച്ചു. അനീഷ് ചിരിച്ചു. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്നത് നിർത്തിയിട്ടില്ല. അവളുടെ കണ്ണുകളിൽ സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാമോ? ഇതൊരിക്കലും അവസാനിച്ചിട്ടില്ല, അവൻ പറഞ്ഞു. അവരൊരുമിച്ച് നിന്നു, ഒരു പുതിയ തുടക്കത്തിനായി. ഒരു തെറ്റായ ഫോൺ കോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശരിയായ ബന്ധമായി മാറി. രാഹുൽ ചിരിച്ചു പറഞ്ഞു. കാലം കടന്നു. സൗഹൃദം പ്രണയമായി മാറി. ഒരു മഴയുള്ള ദിവസം സ്കൂളിന്റെ പിറകുവശത്ത് നിന്നുകൊണ്ട് രാഹുൽ പറഞ്ഞു. നന്ദന, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനും, അവൾ പറഞ്ഞു. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. +2 കഴിഞ്ഞപ്പോൾ നന്ദനയുടെ കുടുംബം മറ്റൊരു നഗരത്തിലേക്ക് മാറി. എനിക്ക് പോകണം, അവൾ പറഞ്ഞു. നീ തിരികെ വരും, അല്ലേ? രാഹുൽ ചോദിച്ചു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ തിരികെ വരും, അവൾ പറഞ്ഞു. അവർ തമ്മിൽ ചേർന്നു. മഴ വീണ്ടും പെയ്തു. അവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായി. നന്ദന പോയി. ആദ്യത്തിൽ അവർ തമ്മിൽ ബന്ധം നിലനിർത്തി. പക്ഷെ സമയം കടന്നപ്പോൾ അത് കുറയാൻ തുടങ്ങി. ഒരു ദിവസം അവളുടെ സന്ദേശങ്ങൾ നിർത്തി. രാഹുൽ കാത്തിരുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ. അവൻ ഓരോ മഴയിലും ആ പാലത്തിനരികിലെത്തി. അവൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ. വർഷങ്ങൾക്കിപ്പുറം ഒരു ദിവസം അവനൊരു സന്ദേശം കിട്ടി. ഇന്ന് രാത്രി പഴയ പാലത്തിനരികിൽ ഞാൻ വരും. അത് നന്ദനയായിരുന്നു. ആ രാത്രി മഴ ശക്തമായി പെയ്തു. രാഹുൽ അവിടെ കാത്തുനിന്നു. സമയം കടന്നു, പക്ഷെ അവൾ വന്നില്ല. അവൻ തിരിഞ്ഞു പോകാൻ പോകുമ്പോൾ, രാഹുൽ? ആ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. നന്ദന. പക്ഷെ അവൾ മാറിയിരുന്നു. മുഖത്ത് ക്ഷീണം, കണ്ണുകളിൽ വേദന. നീ സുഖമാണോ? രാഹുൽ ചോദിച്ചു. നന്ദന ചെറുതായി ചിരിച്ചു. ജീവിതം എന്നെ കുറച്ചു മാറ്റി. അവർ നിശബ്ദമായി നിന്നു. എന്തുകൊണ്ട് നീ എന്നെ വിട്ടുപോയി? രാഹുൽ ചോദിച്ചു. നന്ദനയുടെ കണ്ണുകളിൽ കണ്ണീർ. ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല. ഞാൻ തിരികെ വരാൻ ശ്രമിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ, പിന്നെ എന്റെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ. ഞാൻ അതിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചില്ല, അവൾ പറഞ്ഞു.
രാഹുൽ വേദനിച്ചു. പക്ഷെ ഞാൻ നിന്നെ കാത്തിരുന്നു. എനിക്കറിയാം, അവൾ പറഞ്ഞു. മഴ ശക്തമായി. ഇപ്പോൾ എന്തിനു തിരികെ വന്നു? രാഹുൽ ചോദിച്ചു. നന്ദന അവനെ നോക്കി. എന്റെ വാഗ്ദാനം നിറവേറ്റാൻ. അതുമാത്രം? അല്ല, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു, അവൾ പറഞ്ഞു. രാഹുലിന്റെ ഹൃദയം നിറഞ്ഞു. നിനക്കിപ്പോഴും എനിക്ക് പ്രണയമുണ്ടോ? അവൾ ചോദിച്ചു. അവൻ ചിരിച്ചു. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്നത് നിർത്തിയിട്ടില്ല. അവർ തമ്മിൽ ചേർന്നു. മഴ വീണ്ടും അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. ഇനി നീ എവിടെയും പോകില്ലല്ലോ? രാഹുൽ ചോദിച്ചു. നന്ദന അവന്റെ കൈ പിടിച്ചു. ഇനി ഞാൻ പോകുന്നത് നിന്റെ കൂടെയാണ്. മഴ ധീരയായി നിർത്തി. ആകാശത്തൊരു ചെറിയ ചന്ദ്രപ്രകാശം.